ഹല്ലേലൂയ. 6 മാസം കോടതിയിൽ കേസ് വാദിച്ചു. എന്റെ പിതാവ് ആക്കിവെച്ച ബഹുസമർത്ഥനായ ഒരു അഡ്വക്കേറ്റാണ് കേസ് വാദിക്കുന്നത്. പിതാവ് ഒത്തിരി കാശ് അവിടെ ചെലവഴിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എത്ര പണം ചെലവഴിച്ചാലും, എത്ര കുടുംബ മഹിമ ഉണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, യേശു കൂടെ ഇരുന്നാൽ, യേശുവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നാൽ, അതേ പ്രൈസിലോട് പണത്തിന് അവന്റെ സാന്നിധ്യത്തെ തകർത്ത് കളയാൻ പറ്റത്തില്ല. കുടുംബ മഹിമയ്ക്ക് അവന്റെ സാന്നിധ്യത്തെ എടുത്തു കളയാൻ പറ്റത്തില്ല. അവന്റെ പ്രവൃത്തിയെ തടുത്തു നിർത്താൻ പറ്റത്തില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞ ആമോസിന്റെ പ്രവചനത്തിൽ നിന്ന്, എന്റെ ന്യായം കവിഞ്ഞൊഴുകും, എന്റെ നീതി വറ്റിപ്പോകാത്ത തോട് പോലെ ഇരിക്കും. അതെ, അവന്റെ ന്യായത്തെ തടുത്തു നിർത്തുവാൻ ഒരു പണത്തിനും കഴിയത്തില്ല, ഒരു സ്ഥാനമാനങ്ങൾക്ക് കഴിയത്തില്ല, ഒരു അധികാരത്തിനും കഴിയത്തില്ല, ഒരു നിയമത്തിനും കഴിയത്തില്ലെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ വിളിച്ചു പറയാം. എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് തെളിവില്ല, എനിക്ക് സാക്ഷി പറയുവാൻ ആൾക്കാരില്ല, എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അതെ, തടുത്തു നിർത്താൻ കഴിയാത്ത ദൈവിക ന്യായം എനിക്ക് വേണ്ടി കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 മാസം കോടതിയിൽ കേസ് വാദിച്ചു. 6-ാം മാസം പ്രൈസ് ദി ലോർഡ്, അതെ, ഈ 6 മാസവും ഞാൻ നേരത്തെ പറഞ്ഞ വചനങ്ങളെല്ലാം ദൈവം തന്നുകൊണ്ടിരുന്നു. 6-ാം മാസം പ്രൈസ് ദി ലോർഡ് കോടതിയിൽ കേസ് ഞങ്ങളുടെ ഭാഗത്ത് തോറ്റു. ഹല്ലേലൂയ. പിതാവ് ജയിച്ചു. എന്നാൽ വിധി പറഞ്ഞ് എന്നെ വിട്ടുകൊടുക്കാൻ തുടങ്ങുമ്പോൾ സമയം കഴിഞ്ഞു പോയി, കോടതി പിരിച്ചുവിടണം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഇപ്പോ വിധി പറഞ്ഞ് മകളെ വിട്ടു തരാം, പക്ഷേ പ്രൈസ് ദി ലോർഡ് അവളെ വിട്ടു തന്നാൽ ഇവളെ നിങ്ങൾക്ക് വിട്ടു തന്നെന്നും ഇന്ന പോലെ കേസ് വന്നെന്നും ഇന്ന പോലൊക്കെ വാദിച്ചെന്നും അത് ഇങ്ങനെ ഒത്തുതീർപ്പാക്കി മകളെ കൊടുത്തെന്നുമുള്ള പ്രൈസ് ദി ലോർഡ് റെക്കോർഡ് ഇവിടെ അത് ഹല്ലേലൂയ ക്ലിയർ ചെയ്യണം. റെക്കോർഡെല്ലാം ഉണ്ട്, പക്ഷെ അത് ക്ലിയർ ചെയ്ത് ഒരു റെക്കോർഡ് ആക്കി ഇവിടെ വെക്കണം. അതിന് ഇനിയും സമയം എടുക്കും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അടുത്ത മാസത്തേക്ക് ഇത്രാം തീയതി കൂടി വരാമെന്ന് പറഞ്ഞ് കേസ് പിരിച്ചുവിട്ടു. ഹല്ലേലൂയ. കോടതി പിരിച്ചുവിട്ടു. എന്നാൽ എന്റെ പിതാവ് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അടുത്ത മാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ ഞാൻ ബസ്സിനകത്തിരുന്ന് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, നീയാണ് പറഞ്ഞത് നിന്റെ ന്യായം കവിഞ്ഞൊഴുകുമെന്ന്. എന്നാൽ ഇപ്പോൾ എന്റെ വീട്ടുകാരനെ കൊണ്ടുപോകാൻ അടുത്ത മാസം ഒരുങ്ങി വരും. എന്താ കർത്താവേ നിന്റെ ഉദ്ദേശം? അതേ കർത്താവെ, ഞാൻ പരാജയപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു, നിന്റെ അസ്ഥി മണ്ഡലങ്ങളിൽ ഞാൻ എങ്ങനെ വ്യാപരിച്ചുവോ അതുപോലെ അധികാരികളുടെ ഉള്ളത്തിൽ വ്യാപരിച്ച് അവരുടെ ഹൃദയം നിനക്ക് അനുകൂലമായി തിരിക്കും. ഹല്ലേലൂയ. എന്റെ അസ്ഥിമണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എനിക്ക് ഒരുപാട് മണിക്കൂറുകളോളം നിന്ന് വിവരിക്കണമെന്നുണ്ട്. കാരണം ആ ശക്തി കൂടെ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ 10ഉം 21 ദിവസം 2 പ്രാവശ്യമായി ഉപവസിച്ചു. ആ സമയത്താണ് ഈ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം 10 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒരാലയത്തിലിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്റെ കൈവിരകൾ മടങ്ങിയും കൈപ്പത്തി തിരിഞ്ഞുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 2 വർഷവും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് തിരിഞ്ഞിരിക്കുന്ന വിരലുകളുടെ ഉള്ളിൽ ആരെങ്കിലും ഒരു സ്പൂണ് തിരികെ തരും. ഈ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ആഹാരം കോരി ഇങ്ങനെ വായിലേക്ക് ഇടും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് വെളിയിൽ പോകും, കുറച്ചകത്തോട്ട് പോകും. ഹല്ലേലൂയ. വസ്ത്രം ആരെങ്കിലും സഹായിച്ചു തരും ഉടുക്കാൻ, പ്രൈസ് ദി ലോർഡ്, ധരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നടക്കുവാൻ ആരെങ്കിലും പിടിച്ച് നടത്തിക്കും, ഇല്ലെങ്കിൽ ഒരു വടിയുടെ സഹായത്തിൽ നടക്കും. ഇല്ലെങ്കിൽ ഇടത് കാലം നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് വലത് കാലം 2 കൈ കൊണ്ട് പൊക്കി മുമ്പോട്ട് വെച്ച് ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് നടക്കും. ഹല്ലേലൂയ. ഇങ്ങനെ 2 വർഷം ജീവിച്ച വ്യക്തിയാണ് ഞാൻ. കർത്താവിന്റെ നാമനിമിത്തം അസ്ഥികൾ ഒടിഞ്ഞു പോയത് കൊണ്ടാണ്. എന്നാൽ 10 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ വന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 10 കമ്പിയുള്ള വാദിത്വം കൊണ്ട് യഹോവയ്ക്ക് ആർപ്പിടണം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ 10 വിരലുകളടങ്ങിയ കൈ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ കൈക്ക് പ്രൈസ് ദി ലോർഡ് ബലമില്ല. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇവർ ആരാധിക്കുന്ന പോലെ എനിക്കിനി ആരാധിക്കാൻ പറ്റത്തില്ലേ? നിനക്ക് വേണ്ടിയാണ് ഈ അസ്ഥികൾ ഒടിഞ്ഞു പോയത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശരീരമെല്ലാം വിറയ്ക്കുന്ന പോലെ തോന്നി, ആരോ പിടിച്ചു കുലുക്കുന്ന പോലെ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഈ വിറയൽ പ്രൈസ് ദി ലോർഡ് എന്റെ അസ്ഥികളിൽ വ്യാപരിക്കുന്നതായിട്ട് തോന്നി. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ വിറയൽ അസ്ഥികളിലൂടെ വ്യാപരിച്ച് 2 വർഷമായി അനക്കാൻ കഴിയാതെ മടങ്ങിയിരിക്കുന്ന വിരലുകളിലേക്ക് ഇറങ്ങി വന്നിട്ട് വിരല് വിറച്ച് നിവർന്നു വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ദൈവ സാന്നിധ്യം ചിലരുടെ അസ്ഥി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അതാ ഈ ജനത്തിന്റെ മേൽ ജീവിപ്പിക്കുന്ന അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. പുതിയൊരു ശക്തിയാൽ ഈ ജനം എഴുന്നേൽക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജനവും ആരാധന നിർത്തിയിട്ടും കയ്യടി നിർത്തിയിട്ടും എന്റെ അന്യഭാഷയും ആരാധനയും നിൽക്കുന്നില്ല. പാസ്റ്റർമാർ എന്നെ ശ്രദ്ധിക്കുമ്പോൾ എന്റെ വിരലുകൾ നിവർന്നിരിക്കുന്നു, ഞാൻ കരമടിക്കുന്നു. ഭയങ്കര അത്ഭുതമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഓടി വന്ന എല്ലാവരും എന്നെ പരിശോധിച്ച് നടക്കാൻ പറഞ്ഞപ്പോ കാല് മുടങ്ങുന്നു. അപ്പൊ ചോദിച്ചു, കാല് ശരിയായില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കൈക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്, കാലിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അടുത്ത മാസം ഉപവാസത്തിൽ 21 ദിവസം ഉപവസിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് എന്റെ ഉള്ളിലൊരു വിശ്വാസം, ഇന്ന് എന്റെ കാലിന് സൗഖ്യം ഉണ്ടാകും. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ മാസത്തിൽ ദൈവം പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവം എങ്ങനെ കൊണ്ടുവന്ന് നോർത്ത് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അത്ഭുതം ഈ രാത്രിയിൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു പോകട്ടെ, കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു പോകട്ടെ. യെശയ്യാ പ്രവചനത്തിലുണ്ട്, നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും വെട്ടിയെടുത്ത പാറക്കൂട്ടങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കട്ടെ. ഇന്ന് രാത്രിയിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രിയിൽ അതെ ആത്മിക മണ്ഡലത്തിൽ നടക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന്, മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് എവിടേക്കോ നടന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് അനുഭവിച്ചറിയാൻ പോകുക. ഹല്ലേലൂയ. എന്റെ അന്തരാത്മാവ് ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി. എല്ലാവരും ദാവീദ് പെട്ടകത്തിന്റെ മുൻപിൽ നൃത്തം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ചുമരിൽ ചാരി നിൽക്കുകയാണ്. ചുമരിൽ ചാരി നിൽക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി പിച്ചയാദിച്ചുകൊണ്ടിരുന്ന വ്യക്തി കൈ നീട്ടുമ്പോൾ വല്ലതും കിട്ടുമെന്ന് അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായമാ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അതെ, അവനെ നോക്കിയിട്ട്, നീ ചോദിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞ് കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു നിർത്തി. അവൻ നരിയാണി ഉറച്ചവനായി തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് ഞാനങ്ങ് പറയുകയാ, എഴുന്നേറ്റ് ചുമരി ചാടി നിന്നുകൊണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞിട്ട് അതെ, ആ നസ്രയനായ യേശുവിന്റെ നാമം അവിടെ വ്യാപരിച്ചതുപോലെ ഇപ്പോൾ എന്റെ കാലിൽ വ്യാപരിക്കണമേ എന്ന് പറഞ്ഞ് കാല് പൊക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാല് ഉയർത്തിയതേ എനിക്കറിയാവൂ. ഞാൻ എടുത്തെറിയപ്പെട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഓടി നടക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവം, എന്റെ അതേ പാദത്തിൽ ഒരു അസ്ഥി മുകളിലോട്ട് കയറുന്നത് പോലെയും മുകളിൽ നിന്ന് ഒരു അസ്ഥി താഴേക്കിറങ്ങി രണ്ടും കൂടെ ജോയിന്റ് ആയി തീരുന്നത് പോലെ ഞാൻ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും വെട്ടേറ്റ് മുറിഞ്ഞ അടയാളം പാട് എന്റെ കാലിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് എന്റെ ദൈവം അത് മുടന്തില്ലാതെ സ്വാധീന ശക്തിയോടെ നടക്കുവാൻ എനിക്ക് കൃപ തന്നു. എന്റെ പിതാവിനും മാതാവിനും എന്നെ കണ്ടിട്ടുള്ള മൗലവിമാർക്കെല്ലാം അത്ഭുതമായതുകൊണ്ട് അവർക്ക് ചില ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ, ചില വേദനകൾ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് പറയും, മക്കളെ ഒന്ന് പ്രാർത്ഥിക്കണേന്ന്. ഹല്ലേലൂയ. ഈ അനുഭവത്തിൽ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ പരിശുദ്ധാത്മാവ് അധികാരിയുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ വന്നു, വീട്ടിൽ വന്നു. പിറ്റേ മാസമായപ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പുണ്ട്. 7 ദിവസം ഞാൻ ഉപവസിച്ചു. കോടതിയിൽ പോകാൻ 2 ദിവസം കൂടെ കഴിയുമ്പോൾ പോകണം. ഹല്ലേലൂയ. 7 ദിവസം ഉപവസിച്ചു. 7-ാം ദിവസം രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നൊരു ഏകദേശ രൂപം എനിക്ക് താ. കാരണം എന്റെ പിതാവ് ആക്കി വെച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് പ്രൈസ് ദി ലോർഡ് എന്നെ മറിച്ചും തിരിച്ചും മറിച്ചും വിസ്തരിക്കുമ്പോൾ അറിയാതെ എന്റെ വായിൽ നിന്ന് ഹല്ലേലൂയ പരിജ്ഞാനമില്ലാത്ത വാക്കുകളൊക്കെ മറുപടി ആയിട്ട് വരും. അപ്പോൾ പറയും, കണ്ടോ, ഈ കുഞ്ഞിന് 15 വയസ്സേ ഉള്ളൂ, അവൾ മച്ചുറായിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാകാത്തതും ഉത്തരം പറയാത്തതും എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എനിക്ക് ഒരു ഏകദേശ രൂപം തരണേ, എങ്ങനെ നീ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു ചിന്ത, പ്രൈസ് ദി ലോർഡ്, എന്റെ സ്കൂളിൽ ചെന്നാൽ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, അതുകൊണ്ട് വന്ന് കാണിച്ചാൽ എനിക്ക് 20 വയസ്സുണ്ടെന്ന് മനസ്സിലാകും. എനിക്ക് 20 വയസ്സുണ്ടെന്ന് മനസ്സിലായ കോടതി എന്റെ ഇഷ്ടത്തിന് വിടും. ഹല്ലേലൂയ.